ഭരണകൂടം ഫാസിസ്റ്റ് രീതികൾ പ്രകടിപ്പിക്കുമ്പോൾ എഴുത്തുകാരന് മൗനം പാലിക്കാനാവില്ലെന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ മഹത്വവൽക്കരിക്കപ്പെടുന്നു. ക്ഷേത്ര പരിസരങ്ങളിൽ മറ്റു മതത്തിലുള്ളവർ കച്ചവടം ചെയ്യരുതെന്ന് പറയുന്നു. ഇത്തരം അവസരങ്ങളിൽ എഴുത്തുകാരന് പ്രതികരിക്കാതിരിക്കാനാവില്ല. എഴുത്തുകാരൻ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നും പത്മനാഭൻ കോഴിക്കോട് പറഞ്ഞു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗോഡ്സെയാണ്. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ക്ഷേത്ര പരിസരങ്ങളിൽ അന്യമതസ്ഥർ കച്ചവടം ചെയ്യാൻ പാടില്ല. KPCC പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ആർ ശങ്കർ RSS പ്രചാരകനായിരുന്നു. ഇങ്ങനെ പോകുന്നു പുതിയ കാലത്തിൻ്റെ വെളിപാടുകൾ. ഇതിനേക്കാളൊക്കെ നിന്ദ്യവും ജുഗുപ്സാവഹവുമായ കാര്യമാണ് ഭരണകൂടം പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാട്ടിക്കൂട്ടുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഈ കരാളമായ കാലത്തോട് എഴുത്തുകാരൻ എങ്ങനെ പ്രതികരിക്കണം? ഒരു എഴുത്തുകാരനും ഒറ്റപ്പെട്ട ഒരു തുരുത്തല്ല. അവൻ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ, സുഖവും ദുഃഖവും ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ടവനാണ്. ആത്യന്തിക വിശകലനത്തിൽ അവൻ സമൂഹത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. അങ്ങനെയുള്ള എഴുത്തുകാരന് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്യാചാരങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അവന് ഒരു മൂകസാക്ഷിയാകാനേ കഴിയില്ല.